പെട്ടെന്ന് ഡോർ തുറക്ക്, പിള്ളേരുടെ തലയിൽ മഴ കൊള്ളുന്നു. അല്ല ഞാനാ. എന്താ ഇത് ഇപ്പൊ തന്നെ തുടങ്ങിയോ? അത് നീ ഉറങ്ങിയത് കൊണ്ടല്ലേ. സംസാരിച്ച് നിൽക്കാതെ മഴ കൊള്ളുന്നു. ഒന്ന് വണ്ടിയിൽ കേറി. നിങ്ങൾ ആരെങ്കിലും ഒന്ന് കേറി ഇരിക്കും. മഴ കൊള്ളുന്നല്ലേ പറഞ്ഞത്? എന്തൊരു വെറുപ്പിക്കല ഇത്. നിങ്ങൾ അത് പെട്ടെന്ന് കയറുന്നുണ്ടോ? മഴ കൊള്ളുന്നത് കാണുന്നില്ലേ? എനിക്ക് നിങ്ങളെ കൊണ്ടുപോയി ആക്കി വേണം ഓഫീസിൽ പോകാൻ. അതെങ്ങനെ? അത് അനുസരണം എന്ന് പറയുന്നത് മൂന്നെണ്ണത്തിൽ ഇല്ലല്ലോ. ഒന്ന് എവിടെയെങ്കിലും കേറിയൂടെ, അല്ലെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു പോരും. പോകണമെന്നൊരു നിർബന്ധവുമില്ല. എന്റെ ക്ഷമയുടെ അതിലെടുക്കുന്നു. നിങ്ങൾ മൂന്ന് പേരും അപ്പുറത്തെ വീട്ടിലെ പിള്ളേരെ കണ്ട് പഠിക്കും. എന്തൊരു അച്ചടക്കത്തിലാണ് വളരുന്നത്. നിങ്ങൾ മൂന്ന് പേരും എപ്പോഴും ഞാൻ അടികൂടുന്നത്. എല്ലാവരുടെ മക്കളും എന്ത് നല്ല മക്കളാ. എനിക്ക് കിട്ടിയ മക്കൾ ഏത് സമയം നോക്കിയാലും ചീരിയും പാമ്പും പോലെയാണല്ലോ ദൈവമേ. നിങ്ങൾ മൂന്ന് പേര് പെട്ടെന്ന് കയറുന്നുണ്ടെങ്കിൽ കയറി. ഇനിയും താമസിച്ചാൽ ഞാനങ്ങ് പോകും. പിന്നെ നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും. അടികൂടാതെ മൂന്ന് പേര് മൂന്ന് വിൻഡോ സീറ്റിന്റെ അടുത്തായിട്ട് ഇരുന്നു. എന്താ പോരെ? ജോജോ, നീ ഈ പെട്ടിയെടുത്ത് ഡിക്കിയിൽ വെക്കും. ശരിയമ്മേ. ശംഖുവും ദിയയും ബാക്കിൽ ഇരിക്കും. തുമ്പിമ്പോൾ മുന്നിൽ ഇരുന്നോട്ടെ. എന്നിട്ട് പെട്ടെന്ന് കയറാൻ നിർത്തി. എന്നെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നുണ്ട്. പോയിട്ട് വാ. ശരി, മൂന്ന് പേര് ചിരിച്ചിട്ട് അമ്മയ്ക്ക് സന്തോഷമാവട്ടെ. ഇന്ന് അമ്മയുടെ മക്കളെ സന്തോഷത്തോടെ പോയിട്ട് വാ. ജോജോ, ഇതാ പെട്ടി. ആ, മൂന്ന് പേര് കേൾക്കാം. ശരിയമ്മേ, എന്നാ ഞാൻ പോയിട്ട് വരാം. എടാ, പിള്ളേരുള്ളതാ, പതുക്കെ പോകണേ. ഓ, ഞാൻ ശ്രദ്ധിച്ചോളാം. നീ ഊടി ചുറക്കാലത്തൊന്ന് കഴിച്ചോ, എന്നിട്ട് പോയാൽ മതി ഓഫീസിലേക്ക്, കേട്ടോ? ഓക്കെ. എന്നാ മഴ കൊള്ളണ്ട, പെട്ടെന്ന് പോകാൻ നോക്ക്. എന്നാ ശരിയമ്മേ, ഞങ്ങൾ പോയിട്ട് വരാം. അമ്മ വീട്ടിലേക്ക് പോടും, മഴ കൊള്ളണ്ട. ആ ശരി, ഞാൻ മെല്ലെ പോട്, കേട്ടോ? നിങ്ങൾ മൂന്ന് പേരും എന്ത് പണിയെടുത്തത്? അമ്മയ്ക്ക് എത്ര വിഷമമായെന്ന് അറിയുമോ? അത് പിന്നെ നിങ്ങൾ എത്ര സന്തോഷത്തിൽ അമ്മ വിട്ടത്. പിന്നെ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഞാനും പറഞ്ഞു. എപ്പോഴാ പറഞ്ഞത്? ലാസ്റ്റ് ഘട്ടമല്ലേ. എനിക്ക് ഉറക്കോളത്ത് പോയിട്ടും ഇതേ സ്വഭാവമൊന്നും എടുക്കണ്ട. മുത്തശ്ശനെ കൊണ്ട് മുത്തശ്ശിയെ കൊണ്ട് വെറുതെ അതും ഇതും പറയിപ്പിക്കണ്ട. മനസ്സിലായോ? നിങ്ങളല്ലേ കളിക്കാത്ത മക്കൾ. നിങ്ങൾ മൂന്ന് പേരും എനിക്കറിയില്ലേ? എന്താ അങ്ങനെ പലതും കാണും. അങ്ങോട്ട് നോക്കണ്ട. എന്താ? ആ, ഐസ്ക്രീം ഉണ്ട് റോഡ് സൈഡിൽ. അതല്ല ജോ, അവൾക്ക് ഐസ്ക്രീം വേണമെന്ന്. ശംഖു, നിനക്ക് ഐസ്ക്രീം വേണോ? അത് പിന്നെ ഐസ്ക്രീം നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല തിന്നാൻ. നിനക്ക് വേണോ വേണ്ടി അത് പറ. അവർക്ക് പണ്ട് ഐസ്ക്രീമിന് കൊതിയല്ലേ. ജോ സത്യമായിട്ട് വാങ്ങി തരും. നീയല്ലേ ഇപ്പൊ പറഞ്ഞത് ശംഖു ഐസ്ക്രീമിന് പറഞ്ഞു തന്നെ. കരയണ്ട കരയണ്ട, ഞാൻ വാങ്ങിത്തരാം. മൂന്ന് പേര് കൂടി ഐസ്ക്രീം ഷോപ്പ് എവിടെയാ ഉള്ളതെന്ന് ശ്രദ്ധിക്ക്. അവിടെ നിർത്താം. അഞ്ചു ആണല്ലോ അവിടെ നിൽക്കുന്നത്. ഓക്കെ ഓക്കെ, ഞാൻ ഈ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യട്ടെ. അഞ്ചു, വിളിച്ചിരുന്നോ? ഞാൻ കണ്ടില്ല. പെങ്ങന്മാർക്കുണ്ട് വണ്ടിയിൽ. അവർക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു, അത് വാങ്ങാൻ വന്നതാ. ചേട്ടാ, 3 ഐസ്ക്രീം. ഇല്ലടി, എന്താ കാര്യം? ഞാൻ ഇന്ന് ഫ്രീയാ, ഒന്ന് പുറത്തു പോകാന്ന് ഞാൻ നിന്നോട് എത്ര പറഞ്ഞു. എടി, എനിക്കിന്ന് ഓഫീസുണ്ട്. എന്നിട്ടാണോ നീ അവരെയൊക്കെ കൂട്ടി കറങ്ങാൻ ഇറങ്ങിയത്? എടി, അവർ ചുറക്കുളത്തേക്കാ. അവരെയും അവിടെയാക്കി ഞാൻ ഓഫീസിലേക്ക് പോകും. നിനക്ക് ഈയിടെയായിട്ട് എന്നോട് ഒരു സ്നേഹവുമില്ല ഇപ്പോൾ. സർ, ഏത് ഫ്ലേവർ ഐസ്ക്രീം വേണ്ടത്? പിസ്തയുണ്ടോ? ആ, പിസ്തയുണ്ട്. പിന്നെ സ്ട്രോബെറിയും. വാനില കഴിഞ്ഞു. എന്നാ 3 പിസ്ത. നിനക്കേതാ വേണ്ടത്? എനിക്ക് നിന്റെ ഐസ്ക്രീം ഒന്നും വേണ്ട. അഞ്ചു, നീ പിണങ്ങല്ലേ? ഇല്ല, ഞാൻ നിന്നോട് മിണ്ടില്ല. നിനക്കിപ്പോൾ എന്നോട് പണ്ടത്തെ പോലെ സ്നേഹമൊന്നുമില്ല. എന്താടി ഇത്? ഒന്ന് ഇങ്ങോട്ട് നോക്ക്. എന്താ? നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നീ ഒന്നും പറയണ്ട. നീ എന്റെ കൂടെ പുറത്ത് വരണം, എന്നാലേ എന്റെ പിണക്കം മാറും. ശരി ശരി, ഞാൻ വരാം. ഞാൻ ഇവരെ തറവാട്ടിലാക്കി ഓഫീസിലൊന്ന് മുഖം കാണിച്ചു വരാം. എന്നിട്ട് നമുക്ക് ബീച്ചിൽ പോകാം. എന്താ പോരെ? സത്യമാണോ? നീയാണ് സത്യം. എന്നാ ഓക്കെ. സർ, ഐസ്ക്രീം.